ആലപ്പുഴയിൽ ദുരൂഹ സാഹചര്യത്തിൽ സ്ത്രീകളെ കാണാതായ കേസിൽ നിർണായക കണ്ടെത്തൽ. പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ അതിരമ്പുഴ സ്വദേശി ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. സെബാസ്റ്റ്യൻ പണയം വെച്ചതും വിറ്റതുമായ സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചത് സെബാസ്റ്റ്യന്റെ വീടിന് സമീപത്തായിട്ടായിരുന്നു. ഇതോടെയാണ് അന്വേഷണം സെബാസ്റ്റ്യനിലേക്ക് നീങ്ങിയതും. 2024 ഡിസംബർ 23-നായിരുന്നു ജൈനമ്മയെ കാണാതെയായത്. ജൈനമ്മ തന്റെ സുഹൃത്തായിരുന്നുവെന്നും പ്രാർത്ഥനാ യോഗങ്ങളിൽ വെച്ചാണ് പരിചയപ്പെട്ടതെന്നും സെബാസ്റ്റ്യൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഒന്നിച്ച് ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടെന്നും സമ്മതിച്ചിരുന്നു. ജൈനമ്മയുടെ ഫോൺ സെബാസ്റ്റ്യൻ ഉപയോഗിച്ചിരുന്നതിന്റെയും സിം റീചാർജ് ചെയ്തതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കാണാതായ സ്ത്രീകളുമായി സെബാസ്റ്റ്യന് അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. ജൈനമ്മയുടെ തിരോധാന കേസിൽ ആണ് സെബാസ്റ്റ്യനെ അറസ്റ്റിലാക്കിയതും. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഏറ്റവും ഒടുവിൽ ദൃശ്യമായത് പള്ളിപ്പുറത്താണ്. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യൻ പിടിയിലായത്. ജൈനമ്മയുടെയെന്ന് കരുതുന്ന ശരീരാവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ഇതിന് സമീപത്തു നിന്നാണ് അസ്ഥി കഷ്ണങ്ങളും കണ്ടെത്തിയത്. വീട്ടിനുള്ളിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി. അതാണ് ഇപ്പോൾ ജൈനമ്മയുടേതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ, കൊന്ത, ലേഡീസ് ബാഗ് എന്നിവയും കിട്ടിയിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഘടാവർ നായയും എത്തിയിരുന്നു. സെൻസർ ഘടിപ്പിച്ച ഉപകരണങ്ങളും തിരച്ചിലിന് ഉപയോഗിച്ചു. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളും മറ്റു വസ്തുക്കളും ആരുടേതാണെന്ന് തെളിയണം. കാണാതായ 3 സ്ത്രീകളുടെയും തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലും. ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യനെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി. ജൈനമ്മയുടെ തിരോധാന കേസിന്റെ അന്വേഷണത്തിനൊപ്പം മറ്റു 2 കേസിലെയും സെബാസ്റ്റ്യന്റെ പങ്ക് തെളിയിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമം. ഇതിനിടെ ഐഷ തിരോധാന കേസിൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അയൽവാസി റോസമ്മയെ ചോദ്യം ചെയ്യണമെന്ന് ഐഷയുടെ കുടുംബവും ആവശ്യപ്പെട്ടിരുന്നു. കാണാതായതിനു ശേഷം ഐഷയുടെ വീടിന് സമീപത്തെ സ്ഥലം സെബാസ്റ്റ്യനും റോസമ്മയും JCBയുമായി എത്തി വൃത്തിയാക്കിയെന്നും ഐഷയുടെ സഹോദരന്റെ മകൻ ഹുസൈൻ പറഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ സെബാസ്റ്റ്യന്റെ പണത്തിന്റെ സ്വാധീനത്താൽ അന്വേഷണം തടസ്സപ്പെട്ടുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഐഷ തിരോധാനത്തിൽ ദുരൂഹതയേറ്റി സെബാസ്റ്റ്യന്റെ അയൽവാസി റോസമ്മയും കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നു. ഐഷയെ കാണാതായ ദിവസം പള്ളിപ്പുറം പള്ളിയിൽ പോയെന്നും ഐഷ തന്നെ പലതവണ വിളിച്ചിരുന്നെന്നും റോസമ്മ പറഞ്ഞു. തിരികെ വിളിച്ചിരുന്നെങ്കിലും എടുത്തില്ല. സ്ഥലം വാങ്ങാൻ ഐഷ പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഇത് ആരെയോ ഏൽപ്പിച്ചുമിരുന്നു. ഇത് വാങ്ങാൻ പോയതാകാം എന്നാണ് കരുതിയത്. എന്തോ അബദ്ധം പറ്റിയതാകാമെന്ന് താൻ പറഞ്ഞതായാണ് സെബാസ്റ്റ്യൻ ഫ്രോഡാണെന്ന് അറിഞ്ഞിരുന്നെന്നും റോസമ്മ പറഞ്ഞു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ തെളിവുകൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാകും. കുഴിച്ചപ്പോൾ ലഭിച്ച 8 എല്ലിന്റെ ഭാഗങ്ങൾ, കുളം വൃത്തിയാക്കിയപ്പോൾ ലഭിച്ച ബാഗ്, വസ്ത്രാവശിഷ്ടങ്ങൾ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്കും അയച്ചിരുന്നു. കുളിമുറിയുടെ ഭിത്തിയിൽ നിന്ന് രക്തക്കറയും കണ്ടെത്തി. രക്തക്കറ മായ്ക്കാൻ ശ്രമിച്ച സ്ക്രബ്ബറും കിട്ടിയിരുന്നു. 7 മണിക്കൂറോളം നീണ്ട പരിശോധനയിലും തിരച്ചിലിലുമാണ് പള്ളിപ്പുറത്ത് അന്വേഷണ സംഘം നടത്തിയത്.